രാജ്യത്ത് അതിവേഗം തരംഗമായി മാറിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൗണ്ട് നിരോധിച്ചത് സുരക്ഷാ ഭീഷണിയാലെന്ന് റിപ്പോർട്ട്. ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ IT മന്ത്രാലയമാണ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിന് നിരോധനം ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് എന്നാണ് സൂചന. അതേസമയം ദളിതനാണ് എന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെയ്ക്കെതിരായ വ്യാപക സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അക്കൗണ്ട് പൂട്ടിയില്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് വാട്സാപ്പിൽ ഭീഷണി സന്ദേശം ലഭിച്ചെന്നും അഭിജിത് ദീപ്കെ പറയുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട ക്യാമ്പയിനും CJP ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കോക്രോച്ച് ജനതാ പാർട്ടിയെ വെല്ലുവിളിച്ച ഓഗി ജനതാ പാർട്ടി രംഗത്തെത്തി പാറ്റകളെ ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്ന് OJP പറയുന്നു. അനേന സതീഷാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി ചേരുന്നത്. അനേന, CJP വലിയ തരംഗമായി ഇപ്പോഴും വൻ മുന്നേറ്റമാണ് ഓൺലൈനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഓഗി ജനതാ പാർട്ടി രംഗത്തെത്തുന്നു. ഈ നേരത്തെ തന്നെ CJPയുടെ സ്ഥാപകനെതിരായ ഈ സൈബർ ആക്രമണങ്ങളൊക്കെ ഓഗി ജനതാ പാർട്ടിയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്നതാണോ? എന്താണ് വിവരങ്ങൾ? ഈ പാറ്റകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണോ ഓഗിയുടെ പ്രഖ്യാപിത ലക്ഷ്യം? വിവരങ്ങൾ. ശാമിനി, തീർച്ചയായും ഇപ്പോൾ രാജ്യമെമ്പാടും അലയടിക്കുന്നത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തരംഗം തന്നെയാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ ഈ CJP പാർട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ 2 കോടി ഫോളോവേഴ്സാണ് പിന്നിട്ടിരിക്കുന്നത്. അതായത് 5 ദിവസം കൊണ്ട് മെയ് 16-നാണ് ഇത്തരത്തിൽ CJP എന്നൊരു പാർട്ടി രൂപീകൃതമായതും അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ 5 ദിവസം കൊണ്ടാണ് ഇത്രയും ആളുകൾ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഈ കേന്ദ്ര സർക്കാരിനെതിരെയും സർക്കാർ നിലപാടുകളോടൊക്കെയും ഈ CJP പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത്. നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ CJP സ്ഥാപകനായ അഭിജിത് ദീപ്കെ പറയുന്നത് തനിക്ക് നേരെ വധഭീഷണിയും അതുപോലെ തന്നെ വലിയ വിമർശനത്തിൽ ജാതി അധിക്ഷേപവും നടക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് അഭിജിത് ദീപ്കെ ഇപ്പോൾ പറയുന്നത്. അതായത് ഈ അക്കൗണ്ട് നിരോധിച്ചില്ലെങ്കിൽ, അക്കൗണ്ട് ഇല്ലാതാക്കിയിട്ടില്ലെങ്കിൽ കൊന്നുകളയുമെന്ന വരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വാട്സാപ്പ് വഴി ഇത്തരത്തിൽ നിരവധി സന്ദേശങ്ങളാണ് തനിക്ക് എത്തുന്നതെന്ന് കൂടി അഭിജിത് ദീപ്കെ പറയുന്നു. ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകളടക്കം തന്നെ അഭിജിത് ദീപ്കെ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ വലിയ രീതിയിൽ ജാതി അധിക്ഷേപവും തനിക്കെതിരെ സൈബർ ഇടത്തിൽ നടക്കുന്നു എന്നൊരു കാര്യവും അഭിജിത് ദീപ്കെ പറയുന്നു. അതായത് ഈ ദളിത് വിഷയത്തിൽ തൻ്റെ നിലപാട് എന്താണെന്നൊരു ചോദ്യം കഴിഞ്ഞ ദിവസം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ താൻ ദളിതനാണെന്ന് വെളിപ്പെടുത്തുകയും ഇതിലൂടെ ഇത് പറഞ്ഞതിലൂടെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായല്ലോ എന്നൊരു കാര്യം അഭിജിത് ദീപ്കെ പറയുകയും ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വലിയ തരത്തിൽ ജാതി അധിക്ഷേപവും നടക്കുന്നത്. എന്തായാലും ശക്തമായി കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തുകൊണ്ടാണ് ഈ CJP ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ ഇപ്പോൾ ഒരു വലിയ ക്യാമ്പയിന് തന്നെ തുടക്കമിട്ടിട്ടുണ്ട് ഈ പാർട്ടി. അതായത് കഴിഞ്ഞ കാലയളവിൽ നമുക്ക് ഈ വാർത്തകളിൽ ഇടം പിടിച്ച ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, അതുപോലെ തന്നെ നീറ്റ് റദ്ദാക്കിയ നടപടി, ഇതിലൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നത്. ഈ നിരന്തരം ഇത്തരത്തിൽ ഈ പരീക്ഷകളിലൊക്കെ ഉണ്ടാവുന്ന ഈ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ CJPയുടെ എക്സ് അക്കൗണ്ട്, 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഒരു എക്സ് അക്കൗണ്ട് കേന്ദ്രം നിരോധിച്ചത്. ഇതിന് പിന്നാലെയും വലിയ വിമർശനം, ഈ നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെയും വലിയ വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ആ സമയത്തും തങ്ങളെ നിശബ്ദരാക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഈ CJP സ്ഥാപകൻ വീണ്ടും ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങി. അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഈസ് ബാക്ക് എന്ന് പറഞ്ഞ് മറ്റൊരു അക്കൗണ്ട് കൂടി തുടങ്ങുകയായിരുന്നു. ഇതിനും വലിയ ജനപിന്തുണയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴും കേന്ദ്രം നൽകിയിരുന്നത് ഈ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന തരത്തിൽ ഉള്ള ആശയങ്ങളും നിലപാടുകളും ഒക്കെ മുന്നോട്ട് വെക്കുന്നത് കൊണ്ടാണ് ഈ അക്കൗണ്ട് നിരോധിക്കാൻ തീരുമാനിച്ചത്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ ദേശസുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നത് എന്നായിരുന്നു കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. എന്തായാലും തങ്ങളുടെ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്ന ഒരു അത്തരത്തിൽ തന്നെയാണ് ഈ CJP പാർട്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ OJP എന്ന് പറയുന്ന മറ്റൊരു പാർട്ടി, അതായത് ഓഗി ജനതാ പാർട്ടി എന്ന് പറയുന്ന മറ്റൊരു അക്കൗണ്ട് കൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. പാറ്റകളെ ഇല്ലാതാക്കുക എന്നതാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നാണ് പറയുന്നത്. ഈ പാർട്ടി, അതായത് ഈ BJP
BJPയുടെ സഹകരണത്തോടു കൂടിയാണോ ഇത്തരത്തിൽ ഈ OJP എന്ന് പറയുന്ന ഈ അക്കൗണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ 5 ദിവസം കൊണ്ട് ഈ CJP എന്ന ഈ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആളുകൾ പിന്തുടരുന്നത് തുടരുകയാണെന്ന ഒരു കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിയാണ്.